കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഈ കൃഷ്ണമന്ത്രങ്ങൾ ജപിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുകൃപ വേണം. ഗുരുവിൻ്റെ പൂർണ്ണമായ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയാൽ മാത്രമേ ഗോവിന്ദനാമം നമ്മളിൽ ഉണ്ടാവുള്ളൂ. എത്രയൊക്കെ ശ്രമിച്ചാലും ഈശ്വരനാമങ്ങൾ മഹാമന്ത്രങ്ങളാണ്. അപ്പം ആ മന്ത്രങ്ങൾ എങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്ക് ഭഗവാന്റെ ലീലകളിലൂടെയാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ കൃഷ്ണന് ഓരോ ലീല വരുമ്പോഴാണ് ഓരോ നാമം മന്ത്രമായിട്ട് വരുന്നത്. ഇപ്പോൾ ഗോവർദ്ധനോദ്ധാരണം വന്ന സമയത്താണ് ഗോവിന്ദാഭിഷേകം വന്നപ്പോഴാണ് ഗോവിന്ദൻ എന്നുള്ളൊരു മഹാമന്ത്രം നമുക്കായിട്ട് ലഭിച്ചത്. ഗോവിന്ദ 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 ഗോവിന്ദ. ആ വൃന്ദാവനം മുഴുവൻ ആ മന്ത്രം കൊണ്ടങ്ങ് മുഖരിതമായി തീർന്നു. പ്രകൃതി പോലും, പുല്ലുകൾ പോലും ഗോവിന്ദനാമം ജപിച്ചു എന്ന് മഹാത്മാക്കൾ പറയുന്നുണ്ട്. അപ്പം അത്രത്തോളം പ്രാധാന്യം അതിനുണ്ട്. ഗോ എന്ന് പറയുമ്പോഴത്തേക്ക് പശുക്കളെന്നാണ് പറയണത്. അപ്പം നമ്മളെല്ലാം ആ രീതിയിലാണ് ഭഗവാന്റെ മുന്നിൽ പശുക്കളായി തീരുക. അപ്പം നമ്മുടെ പുറത്തൂടെ ചാരി നിന്ന് അദ്ദേഹം മുരളീഗാനം നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി തരും. അപ്പോൾ ഈ പറയുമ്പോൾ പശു എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഗോ എന്ന് പറയുമ്പോൾ പശുക്കളാണ്. ആ പശുക്കളെ എന്ന് പറയുമ്പോൾ അഭേദാനന്ദ സ്വാമികൾ പറയുന്നത് ഗോ എന്നുള്ളത് ഇന്ദ്രിയങ്ങളാണെന്ന് പറയും. അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ കൂടെ വേണം നമ്മൾ ഭഗവാനെ സ്വീകരിക്കാൻ. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ഒരിക്കലും ദോഷമായിട്ട് കാണരുത്. അത് കാണേണ്ടതിനെ കണ്ടു കഴിഞ്ഞാൽ ആ ഇന്ദ്രിയങ്ങൾ പരിപൂർണമായി തീരും. ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ടളവിൽ. അത് രണ്ടായിട്ട് മാറിയാലേ ഉള്ളൂ പ്രശ്നം. അത് ഭഗവാനിലേക്കാണ് നമ്മൾ ചെല്ലുന്നുവെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾ പൂർണ്ണതയെ പ്രാപിക്കും. ഇന്ദ്രിയങ്ങളിലൂടെ വേണം നമ്മൾ, ആ ഗോവിലൂടെ വേണം നമ്മൾ ഭഗവാനെ നമ്മളിലേക്ക് സ്വീകരിക്കുവാൻ. അപ്പോൾ അതൊരിക്കലും നഷ്ടപ്പെടുന്നതല്ല. ഗുരുനാഥൻ തുണ ചെയ്യ സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. ഈ ലോകത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ വിഷം. അതൊരിക്കലും അതിൻ്റെ സംസാരം നടക്കുന്ന സ്ഥലങ്ങളിൽ കഴിയുന്നതും പോകാതിരിക്കുക. കാരണം എന്താണ്? ഈ കർണങ്ങളിൽ കൂടെ ഭഗവൻ നാമം കേൾക്കുന്നതിന് പകരം ഈ ലൗകികമായിട്ടുള്ള അലൗകികമായ ഭാവം കേൾക്കുന്നതിന് പകരം ലൗകിക ചിന്തകൾ പറയുമ്പോഴത്തേക്ക് നമ്മളിൽ ആ തരത്തിൽ നമ്മുടെ മനസ്സ് ആയിത്തീരുമ്പോൾ അതിൽ വിഷം കൂടിക്കൂടി വരും. അങ്ങനെയാണ് അദ്ദേഹം തെളിയിച്ചിരുന്ന ഒരു മഹാലീലയാണ് കാളിയമർദ്ദനം. യമുന മുഴുവൻ, കാളിന്തി മുഴുവൻ എന്താണ്? കാളിയൻ്റെ വിഷം കൊണ്ടങ്ങ് നിറഞ്ഞുപോയി, കറുത്തു പോയെന്നാണ് പറയണത്. എന്താ അതിൽ കൂടുതൽ പറയുന്നത്? മുകളിൽ കൂടെ പറന്നു പോകുന്ന പക്ഷികൾ പോലും കരിഞ്ഞു വീഴുന്നു അതിലേക്ക്. കാരണം അത്രത്തോളം വിഷമാണ്. അതിൻ്റെ പരിസരത്തൊന്നും മരങ്ങളോ ചെടികളോ ഒന്നുമില്ല. കാരണം ഇതിൻ്റെ ഈ വിഷാംശം ചെന്നിട്ട് എല്ലാം അങ്ങ് കത്തിപ്പോവുക. അതിൽ കത്താതെ നിൽക്കുന്ന ഒരേ ഒരു മരം മാത്രമേ ഉള്ളൂ, കടമ്പ വൃക്ഷം. കാരണം അത് ഗരുഡൻ തൻ്റെ അമ്മയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു തവണ അമൃത് കൊണ്ടുവരുന്ന വഴിക്ക് ഒന്ന് വിശ്രമിക്കാനായിട്ട് ഈ കടമ്പിൽ വച്ചിട്ടാണ് ഒന്ന് വിശ്രമിച്ച് ആ നദിയിൽ നിന്ന് ജലവും കുടിച്ചിട്ട് തിരിച്ചെടുത്തപ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒരു തുള്ളി ആ മരത്തിൽ വീണു. അതുകൊണ്ടത് അമൃത ബീജമുള്ളത് കൊണ്ട് അത് അമൃതമായിട്ട് നിന്നു. അങ്ങനെ ആ മരത്തിൽ കയറിയിട്ടാണ് കൃഷ്ണൻ കാളിയനെ മാറ്റാനായിട്ട് കാളിയൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എടുത്തങ്ങ് ചാടുക. കുഞ്ഞു ബാലകൃഷ്ണനാണ്. അപ്പോൾ ഓടി മരത്തിൽ കയറിയിട്ട് എടുത്തങ്ങ് ചാടിയപ്പോഴത്തേക്ക് കാളിയൻ അങ്ങ് ഗർത്തത്തിലായിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ചെന്നാൽ ആ കാളി കട്ടിലേക്ക് ചെന്നാൽ അറിയാം, ഭയങ്കര ഗർത്തമാണ്, കുഴിയാണ്. ആ കുഴിയിലേക്ക് ഒരു ഹിമാലയ പർവ്വതം വന്ന് വീഴും പോലെയാണ് കാളിയൻ ഞെട്ടിപ്പോയി. ഇതെന്താ ഇതുവരെ ഇല്ലാത്ത ഇങ്ങനെ ഒരു ശബ്ദം, ഇതാരാ വരണേ എന്ന് നോക്കിയപ്പോൾ ഒരു നീല മണിവർണ്ണം അല്ലേ, ഒരു തിടമ്പ് ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് നീന്തി വരുന്നു. ഇതാരാ? ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു നീലത്തടമ്പ് എൻ്റെ സന്നിധാനത്തിലേക്ക് വരാൻ, എൻ്റെ സങ്കേതത്തിലേക്ക് വരാൻ ഇതാരാണ് ഇത്ര ശക്തിയോടുകൂടി വരുന്നത് എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് കാളിയന് മനസ്സിലായി. കാരണം അഷ്ടനാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് കാളിയനും. അനന്തം വാസുവിന് ശേഷ പത്മനാഭഞ്ചകമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തർഷകം കാളിയൻ തഥാ. അപ്പോൾ ഇവർക്കൊക്കെ ഈശ്വര സാന്നിധ്യം ഉണ്ട് എപ്പോഴും. അപ്പോൾ കാളിയനുള്ള മഹാപുണ്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ കൃഷ്ണലീലയിലെ അടുത്ത ഭാവത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. തൻ്റെ അടുത്തേക്ക് വന്ന കുഞ്ഞിനെ വാരി അണയ്ക്കുകയാണ് ചെയ്തത്. കാരണം പാമ്പുകൾ വാരി അണയ്ക്കുമ്പോൾ അത് വാരി ചുറ്റുകയാണ് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും പറയും കാളിയൻ കൃഷ്ണനെ ചുറ്റി വലിച്ചിറുക്കിയെന്ന്. വലിച്ചിറുക്കിയതല്ല, എന്താണ്? തന്നോട് അണച്ച
ശ്രേഷ്ഠത, തൻ്റെ ജന്മസാഫല്യം, തൻ്റെ ജീവൻ്റെ പൂർണ്ണത ഇവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാളിയൻ വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ചപ്പോഴാണ് മനസ്സിലായത് എന്താണ്, കൃഷ്ണൻ്റെ പൂതന കൊടുത്ത വിഷം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ്. കാരണം വിഷത്തിനെപ്പോഴും അങ്ങനെയുണ്ട്, ചിലത് നമ്മളത് വിചാരിച്ചാലേ വിഷം പൂർണ്ണതയിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ വിഷം കടിയേറ്റാൽ ഭയപ്പെടരുത്, പേടിക്കരുതെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അത് കൂടുതൽ പ്രവർത്തനത്തിലേക്ക് ആകും, അല്ലെങ്കിൽ അത് നമ്മളിൽ നിൽക്കും. അപ്പോൾ അങ്ങനെ കൃഷ്ണനിൽ പൂതന കൊടുത്ത വിഷം നിൽക്കുക. അതാണ് കാർമേഘവർണ്ണൻ ഇത്ര നീലകർണ്ണനായി മാറിയത്. കാരണം ഇത്രത്തോളം പൂതന കൊടുത്ത വിഷം ഭയങ്കരമാണ്. അപ്പോൾ അതിനെ മാറ്റാനായിട്ടാണ് കാളിയൻ വരിഞ്ഞെടുത്തിട്ട് ഒരുപാട് കടിച്ചത് എന്താണ്, ഈ പൂതന കൊടുത്ത വിഷം മുഴുവൻ വലിച്ചെടുത്തു. പാമ്പിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, ആ കടിച്ച പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചാൽ അത് ഭയങ്കര എഫക്റ്റാണ്. അപ്പോൾ ഇത് കാളിയനാകുമ്പോഴത്തേക്ക് ഈ നാഗരാജാക്കന്മാരുടെ കൂട്ടത്തിൽ നാഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അങ്ങനെ അദ്ദേഹം പൂതന കൊടുത്ത വിഷത്തെ മുഴുവൻ താൻ കടിച്ച് എടുത്ത് കൃഷ്ണനിൽ നിന്ന് ആ വിഷം മുഴുവൻ താൻ ആവാഹിച്ചെടുത്തില്ല, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നാഗങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എന്താണ്, പിന്നെ അത് ജീവിച്ചിരിക്കുന്ന കാര്യം വലിയ പ്രയാസമാണ്. ആ വിഷം എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ജീവിച്ചിരിക്കില്ല. അപ്പോൾ ഈ കാളിയൻ ഇങ്ങനെ എല്ലാ വിഷവും എടുത്തു കഴിഞ്ഞപ്പോൾ കൃഷ്ണന് മനസ്സിലായി, എന്നോടുള്ള മമത കൊണ്ട്, സ്നേഹം കൊണ്ട് ഇത്രയും കൊല്ലം പൂതന തന്ന ആ വിഷം ഇപ്പം കടിച്ചെടുക്കണമെങ്കിൽ ആ ഒരു കാര്യത്തിന് ഞാൻ അവന് പുതുജീവൻ കൊടുക്കണം. കാരണം അപ്പോൾ പിന്നെ ആ ജീവൻ മാറുമെന്നാണ്. അപ്പോഴാണ് പെട്ടെന്ന് വലുതായി, വാമനനെ പോലെ വലുതായെന്ന കൊച്ചു കുഞ്ഞ്. എന്നിട്ട് അപ്പോൾ ചുറ്റിയിരുന്ന തൻ്റെ ദേഹം മുഴുവൻ മോചനമായി എന്ന് വെച്ചാൽ എന്താണ്, അപ്പോൾ മുക്തി കിട്ടിയെന്നർത്ഥം. ഭഗവാനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാനിൽ നിന്ന് മോചനം കിട്ടിയപ്പോൾ ഭഗവാൻ നേരെ ചാടി തലയുടെ മുകളിൽ കയറുന്നു. എത്ര തലച്ചുണ്ടോ ശിരസ്സുണ്ടോ അതിലൊക്കെ ചാടി അദ്ദേഹം നൃത്തം ചെയ്യുന്നു. അതാണ് കാളിയ മർദ്ദന നൃത്തം അല്ലേ, കാളിയ നർത്തന. ആ നർത്തനം കാണാനായിട്ട് ആ സമയത്ത് ദേവന്മാരും കിന്നരന്മാരും ഗന്ധർവന്മാരും എല്ലാവരും വന്ന് ചേർന്ന സമയത്താണ് ആ വൃന്ദാവനത്തിൽ നിന്നും എല്ലാവരും വന്നു ചേർന്നു. ആ തീരത്ത് ജനാവലി ഭയങ്കരമായിട്ട് കൂടി. പക്ഷേ നന്ദഗോപരും യശോദയ്ക്ക് കാളിനിൽ എടുത്ത് ചാടാൻ പോകുന്നു. അവരെ തടഞ്ഞു നിർത്താനായിട്ട് ബലരാമസ്വാമി കൂടെയുണ്ട്. അന്ന് ബലരാമസ്വാമിയെ കൂട്ടത്തിൽ കൂട്ടിയില്ല. അന്ന് കളിക്കാൻ ഇറങ്ങിയ സമയത്ത് ബലരാമനെ കൂട്ടില്ല. കാരണം ബലരാമൻ കൂടെ വന്നാൽ ഈ ദർശനം നമുക്ക് കിട്ടൂല. കാരണം അനന്തം വന്നു കഴിഞ്ഞാൽ കാളിയം പിന്നെ മിണ്ടൂല, കാളിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, അടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബലരാമനെ കൊണ്ടുവരാത്തത്. പിന്നെ ബലരാമനെ അറിയാവൂ ഈ രഹസ്യം. അതുകൊണ്ട് നിർത്തിയോണ്ടാണ് യശോദയും നന്ദഗോപരൊക്കെ തടഞ്ഞു നിർത്തി. അവിടെ നിങ്ങൾ കരയുന്നാൽ കൃഷ്ണനെ എനിക്കറിയാൻ സംരക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരെടുത്ത് ചാടിനെ കാളിനി അവരും ചാടാൻ പോവുക. കൃഷ്ണനെ കാളിൻ്റെ അടുത്ത് പിന്നെ ഞങ്ങൾ എന്തിനാണ് ചെയ്യും, ഞങ്ങളും ചാടുന്നു എന്നാണ്. പക്ഷെ അവരെയൊക്കെ തടഞ്ഞു നിർത്താനായിട്ടുള്ള കഴിവ് അനന്തരൂപിയായ ബലരാമനേ ഉള്ളൂ. അതുകൊണ്ട് ബലരാമനെ ഇവരുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നില്ല. ബലരാമനെ ഇവരെ തടഞ്ഞ് എല്ലാവരും ഇത് കണ്ട് ആനന്ദമായിട്ട് നിൽക്കുക. എപ്പോഴാണ് കൃഷ്ണൻ്റെ ഈ നൃത്തം, നമ്മൾ നൃത്തമെന്ന് പറയുന്നു. പക്ഷേ എന്താണ് അതിലെന്താ സംഭവിച്ചത്? പൂതനേന്ന് സ്വീകരിച്ചതിനുള്ള വിഷത്തെ മുഴുവൻ തൻ്റെ നൃത്ത രൂപേണ എല്ലാത്തിനും തിരിച്ച് കക്കിച്ചു. അപ്പോൾ അല്ലാണ്ടൊരു പാമ്പിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് തനിക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് വിഷം ഏറ്റെടുത്തപ്പോൾ ആ വിഷത്തിന് മുഴുവൻ അനന്തശായിയിൽ പള്ളി കൊണ്ടിരിക്കുന്ന ആ കുഞ്ഞു കൃഷ്ണനായ പത്മനാഭസ്വാമി എന്ത് ചെയ്ത് അത് തിരിച്ച്, അതാണ് ഓരോ തലയിലും കളിച്ച് തൻ്റെ പാദം കൊണ്ട് വിഷാംശം മുഴുവൻ പോയി. ഭാഗവതത്തിൽ പറയുന്നതാണ് അവസാനം രക്തം വരെ ഛർദ്ദിച്ചു എന്നാണ്. കാരണം അതിൻ്റെ ഒരു തുള്ളി അംശം പോലും അതിൽ നിൽക്കാൻ പാടില്ല. അപ്പോഴാണ് കാളിയൻ പൂർണ്ണമായിട്ടും നാഗത്തിൽ നമ്മൾ പൂജിക്കത്തക്ക മഹാനായിട്ട് മാറി. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ ഈ ഒരു രഹസ്യ ലീല. അപ്പോൾ ആ വിഷം മാറിയപ്പോൾ, ഈ വിഷം ചെന്നപ്പോൾ ഈ കാളിയൻ പൂതനെടുത്ത വിഷം മാറ്റിയപ്പോഴത്തേക്ക് ഭഗവാന്റെ ആ വിഷം മാറി. ആ വിഷം കാളിയനിലായി. ആ കാളിയ വിഷം മുഴുവൻ ഭഗവാൻ നൃത്തം ചെയ്ത് കാളിനി നദിയിലേക്ക് ഇട്ടു. അതുവരെ വിഷത്തിന് മരുന്ന് വിഷം. പിന്നെ കാളിനി നദിയും പരിശുദ്ധമായിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെ പൂർണ്ണമായ ഒരു വിഷഹാരി നൃത്തമാണ് ഭഗവാൻ കാണിച്ച ഇന്നത്തെ ലാംഗ്വേജ് പറഞ്ഞാലോ കുച്ചിപ്പുടി ഡാൻസാണ്. കുച്ചിപ്പുടിയാണ്. കാരണം ഇങ്ങനെ അതും ഈ പറയുന്ന കയ്യിലൊരു പന്തും കൂടെ വച്ചിരുന്നു എന്ന് പറയും. പന്തും വെച്ച് ഓടക്കുഴൽ ഗാനത്തോടു കൂടിയാണ് നൃത്തം ചെയ്തത്, കാളിയ നർത്തനം. അങ്ങനെ കാളിയൻ്റെ നർത്തനത്തോടു കൂടി ഈ വിഷം എല്ലാം അവിടെ പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞു. കാരണം എന്താണ്? അനന്തനിൽ പള്ളി കൊണ്ടു കൊടുക്കുന്ന പത്മനാഭൻ്റെ
പൂർണ്ണ അവതാരമാണ് ബാലകൃഷ്ണനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ വിഷം എങ്ങനെ വരും? വിഷമില്ല, വിഷം മാറി. വിഷമെന്ന് പറയുമ്പോൾ 2 തരത്തിലാണ് പറയുന്നത്. എന്താണ്? വിഷത്തിൻ്റെ കൂടെ ഒരു മാവ് കൂടെ ചേരുമ്പോൾ വിഷമം, അവിടെയുള്ള എല്ലാവരുടെ വിഷമവും മാറ്റി. വിഷത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഏറ്റവും വലിയ വിഷമമെന്ന് പറയുന്നത് എന്താണ്ടോ, ഈ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ തേജോവധമാണ്, നമ്മുടെ വാക്കുകളാണ്. വിഷത്തിനേക്കാളും ഭയങ്കരമാണ് തേജോവധം ചെയ്യുന്നത്. അതും ആ വാക്കിനും അതാണ്. അപ്പോൾ അതെന്താണ്? നമ്മുടെ മനസ്സിൽ കൊള്ളാൻ പാടില്ല. അതാണ് മനോവിഷമം. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മനോവിഷമം മാറി, ദേവന്മാരുടെ വിഷമം മാറി, ജനങ്ങളുടെ വിഷമം മാറി, പിന്നെന്താണ്? പ്രകൃതിയുടെ വിഷമവും മാറി. കാരണം എന്താണ്? വിഷാംശം അവിടെ നിന്ന് അങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോൾ കാളിയൻ്റെ ഓരോ ശിരസിലും ഭഗവാന്റെ പാദം തെളിഞ്ഞു കാണുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞു, നീ ഇവിടെ നിന്ന് രമണക ദ്വീപത്തിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണ്, കാരണം ഗരുഡൻ എന്നെ കണ്ടാൽ ഉടനെ കൊത്തിക്കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുക, അതുകൊണ്ട് അങ്ങോട്ട് പോകില്ല. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്, എന്താണ്? ഗരുഡൻ നിന്നെ കണ്ടാലും വന്ന് നമിക്കും, കാരണം എന്താണ്? എൻ്റെ പാദമാണ് നിൻ്റെ ശിരസിൽ ഇപ്പോഴ് നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ മാഹാത്മ്യം, പാദത്തിൻ്റെ ശരണം, ആ ഒരു പാദം ശരണമാണ്. ഗരുഡൻ കണ്ടാൽ നിന്നെ തൊട്ടു തൊഴും, കാരണം തന്നെ പാദം നിന്നിൽ തെളിഞ്ഞു നിൽക്കുക. അങ്ങനെയുള്ള മഹാഭാഗ്യം നിനക്ക് കിട്ടി, നീ രമണദ്വീപത്തിൽ ചെന്ന് കഴിയുക എന്ന് പറഞ്ഞ് ആശീർവദിച്ച് സന്തോഷവാനായിട്ട്, വിഷാംശമില്ലാതെ, നാഗങ്ങൾ 2 തരമാണ്, വിഷമുള്ളതുകൊണ്ട് വിഷം ഇല്ലാത്തതുകൊണ്ട്. അനന്തനൊക്കെ വിഷമില്ലാത്തതാണ്. അപ്പോൾ ആ രൂപത്തിൽ കാളിയനെ മാറ്റി എല്ലാവരാലും പൂജിക്കപ്പെട്ട നാഗമായിട്ട് മാറ്റി കാളിയനെ രമണക ദ്വീപത്തിലേക്ക് അയച്ചു. ഇങ്ങനെ ഭഗവാന്റെ ലീലയിൽ തലയിൽ ഏറ്റാൻ കിട്ടിയത് 3 പേരേ ഉള്ളൂ. ആരൊക്കെയാ? ഭഗവാന്റെ പാദം ശിരസിലേറ്റാൻ പറ്റിയത് 3 പേരേ ഉള്ളൂ. ഒന്ന് ഈ കാളിയൻ, ഒന്ന് മഹാബലി. വാമനനായിരുന്ന സമയത്ത് ശിരസിൽ പാദ അനുഗ്രഹം കൊടുത്തു. ഇതിൻ്റെ ഇതാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞു, തിരുപ്പതി എന്ന് പറയുന്നതും ബാലാജി എന്ന് പറയുന്നത് വാമനൻ്റെ രീതിയാണ്. ഋഗ്വേദത്തിൽ വാമന സൂക്തമായതുകൊണ്ട് അതോടെ ഉത്സവ സമയത്ത് ആ ദിവസം ഈ സൂക്തമാണ് പറയുന്നത്. കാരണം വാമന രൂപമാണ് ബാലാജിയായിട്ട് തിരുപ്പതിയിലും കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാദം കിട്ടിയത് മഹാബലിക്കാണ്. പിന്നെ കിട്ടിയത് രാമായണത്തിൽ അഹല്യയ്ക്ക്, അല്ലേ? രാമപാദം ദാ വയ്ക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ, അതുവരെ പാറയായിരുന്ന അമ്മ അഹല്യ എന്താണ്, ശാപമോക്ഷം കിട്ടി, രാമനെ കണ്ട് പ്രദക്ഷിണം വയ്ക്കുന്നു. ആ സമയത്ത് ജമദഗ്നി മുനിയും വരുന്നു. കാരണം രാമപാദം വന്നപ്പോഴത്തേക്ക് മുനികളും എല്ലാവരും അവിടെ വന്നു കഴിഞ്ഞു. അങ്ങനെ പാദമാഹാത്മ്യമാണ് കാളിയ മർദ്ദനത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് കൃഷ്ണൻ്റെ പാദത്തെ ശരണമടയുക, അതുമാത്രമാണ് നമുക്കുള്ള ഒരേ ഒരു ജീവിത ലക്ഷ്യം. അങ്ങനെ ആയാൽ നമ്മുടെ ജന്മം സാഫല്യമാകും. ഒരു കൃഷ്ണ തുളസി ദളമായി ഞാനിന്നു ഗുരുവായൂരപ്പ നിൻ പാദേ വീഴും.